ആ സമയത്ത് ഞാൻ ഫുൾ ഷാരോണെ കുറിച്ച് ചിന്തിച്ചത്. എന്റെ ജീവിതവും സ്പോയിലായി. ഷാരോണെ കൂടി കിട്ടിക്കല്ലേ. അറിയാലോ, ഒരു കാല് വയ്യാത്തൊരു കുട്ടീനെ നോക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ചിന്തിച്ചു പോയത്. ഷാരോണിന്റെ ലൈഫ് തീർന്നു. അതുകൊണ്ട് എനിക്ക് ആദ്യം അത് കെട്ടല്ലേ, ഞാൻ നടന്ന് തുടങ്ങിയിട്ട് കല്യാണം കഴിച്ചാൽ മതി, ആ ഒരു മെന്റാലിറ്റി എനിക്ക് എന്നെ കുറിച്ച് എല്ലായിരുന്നു. അപ്പൊ എന്റെ ഫുൾ ഷാരോണെ കുറിച്ചായിരുന്നു. പുള്ളിയുടെ ലൈഫ് പോയി, പുള്ളിയുടെ ഫാമിലി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അപ്പം ഇങ്ങനെ എല്ലാരും കൂടി നിർബന്ധിച്ച് താലി കെട്ടി. അത് കഴിഞ്ഞിട്ടാണ്, അതുവരെ നമുക്ക് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടല്ലോ ഇപ്പൊ. അപ്പൊ എനിക്കിപ്പം ഒരു നിമിഷം പോലും ഇതിനെ കാണാതിരിക്കാനേ പറ്റാത്തൊരവസ്ഥയെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും കാത്തിരുന്ന ആ ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുന്നു. ആവണി ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. ഈ ഒരു വാർത്ത VPS ലേക്ഷോർ ആശുപത്രി അധികൃതർ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. ആവണി ഒരുപക്ഷെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. നമ്മളെല്ലാം കണ്ണീരിലാക്കിയ ഒരു സംഭവം ആയിരുന്നു അത്. ആവണി വിവാഹ ദിവസം മേക്കപ്പ് ചെയ്യാനായിട്ട് യാത്ര ചെയ്യുന്നതിനിടയിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലായ സംഭവം നമ്മൾ മറന്നിട്ടില്ല. ഈ സമയം ആവണിയെ വിവാഹം കഴിക്കാനിരുന്ന ഷാരോൺ താൻ ജീവനതുല്യം സ്നേഹിക്കുന്ന ആവണിക്ക് എന്ത് സംഭവിച്ചാലും താൻ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ താലി ചാർത്തും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ, അവനെ ഒരിക്കലും കൈവിടില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ അദ്ദേഹം VPS ലേക്ഷോർ ആശുപത്രിയിലെത്തുകയും ആശുപത്രി അധികൃതരുമായിട്ടൊക്കെ സംസാരിച്ച് അത്യാഹിത വിഭാഗത്തിൽ വെച്ച് തന്നെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ആവണിക്ക് താലി ചാർത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറഞ്ഞാൽ ആവണി നട്ടലിൽ അതിസങ്കീർണമായ ഒരു ശസ്ത്രക്രിയയ്ക്കൊക്കെ ശേഷം ICUവിലായിരുന്നു. എന്തായാലും ICUവിൽ നിന്നൊക്കെ ഇപ്പോ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അനങ്ങാൻ പറ്റാതിരുന്ന 2 കാലുകളും ചെറുതായിട്ടൊക്കെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഫിസിയോതെറാപ്പി ചെയ്തു വരികയാണ്. ഏതാണ്ട് 3 മാസം കൊണ്ട് തന്നെ ആവണി നടന്നു തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എല്ലാവരും കാത്തിരുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു, ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇപ്പോ ഈ വന്നിരിക്കുന്നത്. ആവണി പറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് കേൾക്കാം. ഹായ്, എല്ലാവർക്കും എന്നെ അറിയായിരിക്കും. എൻ്റെ പേര് ആവണി. ഞാൻ കഴിഞ്ഞ ദിവസം ICUവിന്റെ റൂമിലേക്ക് ഷിഫ്റ്റായി. ഞാൻ ഇന്നലെ തൊട്ട് ഫിസിയോ സ്റ്റാർട്ട് ചെയ്തു. പയ്യെ നിൽക്കാനും ഇരിക്കാനൊക്കെ തുടങ്ങി. ഒരുപാട് പേര്, നമുക്കറിയാത്ത ലാംഗ്വേജ് അറിയാത്ത ആൾക്കാർ വരാൻ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, പലതും പറഞ്ഞു. അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. താൻ ആവണിക്കൊപ്പം എപ്പോഴും കൂടെ ഉണ്ടാകും, ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്നാണ് ഷാരോൺ പറഞ്ഞത്. ഷാരോണിന്റെ ഈ വാക്കുകൾ കേട്ട് ആവണിയുടെ കണ്ണ് നിറയുന്ന കാഴ്ചയും ഉണ്ടായി. ഞാൻ ആവണിയുടെ കൂടെ ഉണ്ട് ലൈഫ് ലോങ്. എന്തായാലും എത്രയും പെട്ടെന്ന് ആവണി സുഖം പ്രാപിച്ച് ഷാരോണും ഒന്നിച്ചുള്ള നല്ലൊരു ജീവിതം ആവണിക്ക് ആരംഭിക്കാൻ കഴിയട്ടെ.